നെക്സ്റ്റ് ഈസ് ടെലസ്കോപ്പ്. ടെലസ്കോപ്പാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. രണ്ട് ടൈപ്പ് ടെലസ്കോപ്പ് ഉണ്ട്. റിഫ്രാക്റ്റിംഗ് ടൈപ്പ് ടെലസ്കോപ്പ് ഉണ്ട്, റിഫ്ലക്റ്റിംഗ് ടൈപ്പ് ടെലസ്കോപ്പ് ഉണ്ട്. അതിൽ നമ്മൾ ആദ്യം റിഫ്രാക്റ്റിംഗ് ടൈപ്പ് ടെലസ്കോപ്പാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ എങ്ങനെയാണ് ഇതിനകത്ത് വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? റിഫ്രാക്റ്റിംഗ് ടൈപ്പ് ടെലസ്കോപ്പ്. ടെലസ്കോപ്പ് എന്ന് പറഞ്ഞാൽ വളരെ അകലെയുള്ള ഒബ്ജക്റ്റ് കാണാൻ വേണ്ടിയാണ്, അല്ലേ? ശരിയല്ലേ? വളരെ അകലെയുള്ള ഒബ്ജക്റ്റിനെ കാണാൻ വേണ്ടിയാണ് ടെലസ്കോപ്പ് യൂസ് ചെയ്യുന്നത്. ടെലസ്കോപ്പിൽ ആദ്യം തന്നെ കുറേ കൂടി ലാർജർ ആയിട്ടുള്ള ലെൻസാണ് വരുന്നത്. ലാർജർ മീൻസ് അതിൻ്റെ ഫോക്കൽ ലെങ്ത് വളരെ കൂടുതലാണ്, ഓർ അതിൻ്റെ സൈസ് കൂടുതലാണ്. പിന്നെ അതിന് നമുക്ക് ഒബ്ജക്റ്റീവ് ലെൻസ് എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് സ്മോളർ ഫോക്കൽ ലെങ്ത് ഉള്ള ലെൻസ് വരും, ഐ പീസ് എന്നും പറയും. നമ്മളിവിടെ നിന്നിട്ടാണ് വാച്ച് ചെയ്യുന്നത്. ഈ ഐ പീസിൻ്റെ അവിടെ നിന്നിട്ടാണ് വളരെ അകലെയുള്ള ഒബ്ജക്ട്സുകൾ നമ്മൾ വാച്ച് ചെയ്യുന്നത്. ഐ പീസിൻ്റെ അടുത്ത് നിന്നിട്ടാണ് വാച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് മാഗ്നിഫൈ ചെയ്ത് കിട്ടുന്നത് അകലെയുള്ള ഒബ്ജക്റ്റ്? അപ്പോൾ അതെങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. റേ ഡയഗ്രാംസ് കാണിച്ചു തരാം. ഞാൻ ആദ്യം തന്നെ പ്രിൻസിപ്പൽ ആക്സിസ് വരച്ചു. ഓക്കെ, ഇപ്പം നമ്മൾ വളരെ അകലെ എന്തെങ്കിലും സ്റ്റാർ ആണെന്ന് വിചാരിക്കുക. വളരെ അകലെ ഒരു ഒബ്ജക്റ്റിനെ ഞാൻ വാച്ച് ചെയ്യുകയാണ്. നീഡ് നോട്ട് ബി ഓൺ ദ പ്രിൻസിപ്പൽ ആക്സിസ്. ഇവിടെ എങ്ങാനുള്ളൊരു ഒബ്ജക്റ്റാണ്, സ്റ്റാർ ആണെന്ന് വിചാരിക്കുക. ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി ഞാൻ അങ്ങനെ വരച്ചതാണ്. ഇവിടെ ഒരു ഒബ്ജക്റ്റ് ഉണ്ട്. വളരെ അകലെയുള്ള ഒബ്ജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അവിടുന്ന് ലൈറ്റ് റേസുകൾ വരുമല്ലോ, ഇങ്ങനെ വരുമല്ലോ. ഇങ്ങനെയല്ലേ വരുന്നത്? ഇതുപോലെ ഒരുപാട് ലൈറ്റ് റേസുകൾ അതിൽ നിന്ന് എമിറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ടേക്ക് വൺ ഓഫ് ദ ടു റേസ്, ഏതെങ്കിലും രണ്ട് റേസ് എടുക്കുക. വളരെ അകലെ ഒരു ഒബ്ജക്റ്റ്, അതിൽ നിന്ന് വരുന്ന രണ്ട് റേസുകളാണ്. അതിങ്ങനെ വന്ന് ഇവിടെ എത്തുമ്പോൾ അത് ഏകദേശം ഒരു പാരലൽ പോലെയാവും. നമുക്കറിയാം ഇൻഫിനിറ്റിയിൽ നിന്ന് വരുന്ന ഒബ്ജക്റ്റുകൾ ഇവിടെ എത്തുമ്പോൾ ഏകദേശം പാരലൽ പോലെയായി മാറും. അടുത്താണെങ്കിൽ അങ്ങനെ വരില്ല. വളരെ അകലെ എന്നുള്ളൊരു ഒബ്ജക്റ്റ് അവിടുന്ന് ലൈറ്റ് റേസുകൾ ഒരു ചെറിയ ആംഗിളിൽ വരുന്നുണ്ടെങ്കിലും അത് ഇവിടെ എത്തുമ്പോൾ അത് രണ്ടും പാരലൽ റേസ് പോലെ എത്തുള്ളൂ. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഞാൻ കാണിച്ചു തരാം. കണ്ടില്ലേ? ഇത് വളരെ ഒരു അകലെ, ഇവിടെ എന്തോ ഒരു ഒബ്ജക്റ്റ് വളരെ അകലെ, സ്റ്റാറോ എന്തെങ്കിലും ആയിക്കോട്ടെ, അവിടുന്ന് വരുന്ന ലൈറ്റ് റേസ് പാരലൽ റേ ആയിട്ടാണ് ഇവിടെ എത്തുന്നത്. അവിടുന്ന് വരുന്ന റേസ് പാരലായിട്ടാണ് വരുന്നത്. നമ്മൾ ഇങ്ങനെയാണ് റേ ഡയഗ്രാം വരയ്ക്കുന്നത്. പല രീതിയിലും വരയ്ക്കാൻ പറ്റും, പക്ഷേ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള രീതിയിൽ വരച്ചാൽ മതി. ഓക്കെ, അപ്പോൾ വളരെ അകലെ ഒരു ഒബ്ജക്റ്റ് ഉണ്ട്. അതിൽ നിന്ന് വരുന്ന രണ്ട് ലൈറ്റ് റേസുകളാണ് പാരലൽ ലൈറ്റ് റേസുകൾ. ഇവിടെയാണ് ഒബ്ജക്റ്റ് ഇരിക്കണമെന്ന് വിചാരിക്കുക. വളരെ അകലെയാണ്. ദർ ആർ ടു ഇൻസിഡൻറ്റ് റേസ്. നമ്മൾ ഒബ്ജക്റ്റീവ് ലെൻസിലെത്തി. ഇത് ഒപ്റ്റിക്കൽ സെൻറ്റർ ആണെന്ന് നിങ്ങൾക്കറിയാം. ഒപ്റ്റിക്കൽ സെൻറ്റർ. അപ്പോൾ ഇതിൽ റിഫ്രാക്ഷൻ നടക്കുന്നത് അറിയാമല്ലോ. ഇത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് കൺവെർജ് ചെയ്യും, താഴോട്ട് പോവും. കോൺവെക്സ് ലെൻസാ, താഴേക്ക് പോയിട്ട് ഇത് എങ്ങനെ പോവും? ശരിയല്ലേ? ഇങ്ങനെ പോവും. കൺവെർജ് ചെയ്യാന്ന് പറഞ്ഞാൽ ബെൻഡ് ടുവേർഡ്സ് പ്രിൻസിപ്പൽ ആക്സിസ്. അതേസമയം ഒപ്റ്റിക്കൽ സെൻറ്ററിലോട്ട് എത്തുന്നത് ഡീവിയേഷൻ ഇല്ലാതെ സ്ട്രെയിറ്റ് പോവും. അത് നമ്മൾ തുടക്കത്തിൽ തന്നെ പഠിച്ചിട്ടുള്ളതാണ്. റേ ഡയഗ്രത്തിൻ്റെ കുറേ റൂൾസുകൾ നമ്മൾ പഠിച്ചതാണ്. ഒപ്റ്റിക്കൽ സെൻറ്ററിൽ കൂടി വരുന്ന റേ ഡീവിയേഷൻ ഇല്ലാതെ സ്ട്രെയിറ്റ് പോകും. അപ്പോൾ ഈ രണ്ട് റിഫ്രാക്റ്റഡ് റേസുകളും ഇവിടെ ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യും. അതാണ് നമ്മൾ ഒബ്ജക്റ്റ്, ഇമേജ് എ ഡാഷ് ബി ഡാഷ്. ക്ലിയർ ആയ? എ ഡാഷ് അതായത് ഇവിടെ ഒരു ഒബ്ജക്റ്റ് ഉണ്ട്, മനസ്സിലായാലും? ഇവിടെ ഒരു ഒബ്ജക്റ്റ് ഉണ്ട്, എ എന്നാണ് അതിൻ്റെ പേര്. ഞാൻ ബി എന്നൊന്നും പറയുന്നില്ല. ഇവിടെ ഒരു സ്റ്റാർ ആണെന്ന് വിചാരിക്കും. എ എന്ന് പറഞ്ഞൊരു ഒബ്ജക്റ്റ് ഉണ്ട്. അതിൻ്റെ ഇമേജ് എവിടെയായിട്ട് വരും? ഞാൻ ജസ്റ്റ് ഒരു വെർട്ടിക്കൽ വരച്ചിട്ട്, മനസ്സിലായല്ലോ? പ്രിൻസിപ്പൽ ആക്സിസ് എന്നുള്ള ഡിസ്റ്റൻസ് അറിയാൻ വേണ്ടി വെറുതെ ഒരു വെർട്ടിക്കൽ വരച്ചെന്ന് മാത്രം. അപ്പോൾ എ എന്ന് പറഞ്ഞൊരു സ്റ്റാർ ഉണ്ട്, എ എന്ന് പറഞ്ഞൊരു ഒബ്ജക്റ്റ് ഉണ്ട്, പോയിൻ്റ് ഉണ്ട് വളരെ അകലെ. അതിൻ്റെ ഇമേജ് എ ഡാഷ് ഇവിടെ വരും. ഇത് അകലെ ഇൻഫിനിറ്റിയിലായതുകൊണ്ട് ഈ എ ഡാഷ് ഫോക്കൽ പ്ലെയിനിലാണ്. ഫോക്കൽ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് ഫോക്കസ് ആയിരിക്കും, ഫോക്കൽ ലെങ്ത് ആയിരിക്കും. ഫോക്കൽ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ഫോക്കസിൽ കൂടി പാസ് ചെയ്യുന്ന ഒരു പ്ലെയിൻ വരയ്ക്കുക. ഫോക്കസിൽ കൂടി പാസ് ചെയ്യുന്ന ഒരു പ്ലെയിൻ വരയ്ക്കുക. അതിലാണ് ആര് വരുന്നത്? എ ഡാഷ് വരുന്നത്. കാരണം അകലെയുള്ള ഒബ്ജക്റ്റ് എല്ലാം കൺവെർജ് ചെയ്ത് ഫോക്കൽ പ്ലെയിനിൽ എത്തുള്ളൂ. ഇൻഫിനിറ്റിയിലുള്ള ഒബ്ജക്റ്റിൻ്റെ എല്ലാ ഇമേജ് എത്തുന്നത് ഫോക്കൽ പ്ലെയിനിലാണ്. അപ്പോൾ അതുകൊണ്ട് എ ഡാഷ് ഈസ് അറ്റ് ദ ഫോക്കൽ പ്ലെയിൻ. അതായത് ഈ ഡിസ്റ്റൻസ്
ഫോക്കസ് ആണ്, ഫോക്കൽ ലെങ്ത് ഓഫ് ദ ഫസ്റ്റ് ലെൻസ് ആണ്. ഇപ്പോൾ ക്ലിയർ ആയല്ലോ. അപ്പോൾ എ എന്ന് പറഞ്ഞ ഒരു വളരെ ഡിസ്റ്റൻറ്റ് ഒബ്ജക്റ്റ് പോയിൻ്റ് ഉണ്ട്, അതിൻ്റെ ഇമേജ് A' ആയിട്ട് ഇവിടെ കിട്ടി. ഇത് പ്രിൻസിപ്പൽ ആക്സിസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആയിട്ട് മാത്രം കരുതിയാൽ മതി. ഓക്കെ, ഈ A' എന്ന് പറഞ്ഞ പോയിൻറ്റിൻ്റെ ഇമേജ് ഈ ഐ പീസ് എവിടെ ഉണ്ടാക്കും? അപ്പോൾ ഈ A' എന്ന് പറഞ്ഞ പോയിൻ്റ് ഒന്നും കൂടിയും എക്സ്റ്റെൻഡ് ചെയ്യുകയാണ് ഞാൻ. അപ്പോൾ ഒരു കാര്യം ഞാൻ പറയട്ടെ, നമ്മൾ ഐ പീസ് വെക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഈ A', B' ഇല്ലേ, ഈ A' ഇല്ലേ, അഥവാ A', B' ഇല്ലേ, അത് ഐ പീസിൻ്റെ ഏകദേശം ഫോക്കസിൽ വരണം. ആ രീതിയിലാണ് നമ്മൾ നോർമൽ അഡ്ജസ്റ്റ്മെൻറ്റ്, അങ്ങനെ പറയാം, ടെലസ്കോപ്പിൻ്റെ നോർമൽ അഡ്ജസ്റ്റ്മെൻറ്റ് അതാ. ഈ A', B' ഐ പീസിൻ്റെ ഫോക്കസിൽ വരണം. അതായത് ഈ ഡിസ്റ്റൻസ് ഐ പീസിൻ്റെ ഫോക്കൽ ലെങ്ത് ആണ് ഈ ഡിസ്റ്റൻസ്. അപ്പോൾ നമ്മളിതിൻ്റെ ഡിസ്റ്റൻസൊക്കെ അഡ്ജസ്റ്റ് ചെയ്യും അതിനനുസരിച്ച്. അപ്പോൾ A', B' ഐ പീസിൻ്റെ ഫോക്കസിൽ വരുന്ന രീതിയിൽ നമ്മൾ ഡിസ്റ്റൻസ് സെറ്റ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഇമേജ് ഏകദേശം ഇൻഫിനിറ്റിയിൽ കിട്ടും. അത് കാണാനായിട്ട് ഇത് ഒന്നുകൂടിയും ഈ A'-ലുള്ള വരുന്ന 2 റേയും ഒന്നുകൂടി ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്താൽ മതി. എക്സ്റ്റെൻഡ് ചെയ്തു, അറിയാമല്ലോ, ഈ വരുന്ന റേ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തു, ഈ വരുന്ന റേ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തു. ഈ വന്നുകൊണ്ടിരിക്കുന്ന ഈ 2 റേയും A' മീറ്റ് ചെയ്തു എന്ന് പറഞ്ഞല്ലോ, അതവിടെ സ്റ്റോപ്പ് ആവുന്നില്ല, അതിങ്ങനെ നേരെ പോയിക്കൊണ്ടിരിക്കുക. ഇവിടെ എത്തിയിട്ട് അത് റിഫ്രാക്ഷൻ സംഭവിച്ച് കോൺവെക്സ് ലെൻസ് ആയതുകൊണ്ട് ഈ വരുന്ന റേ ഇവിടെ വെച്ചിട്ട് പ്രിൻസിപ്പൽ ആക്സിസിൻ്റെ സൈഡിലോട്ട് ബെൻഡ് ചെയ്യും. ഇത് കണ്ടില്ലേ, പ്രിൻസിപ്പൽ ആക്സിസിൻ്റെ സൈഡിലോട്ട് ബെൻഡ് ചെയ്യും, കോൺവെക്സ് ലെൻസ് ആയതുകൊണ്ടാണ്. അതുപോലെ ഈ വരുന്ന റേയും പ്രിൻസിപ്പൽ ആക്സിസിൻ്റെ സൈഡിലോട്ട് ബെൻഡ് ചെയ്യും, കൺവെർജ് ചെയ്യും, കൺവെർജ്. അപ്പോൾ ഞാനിവിടെ നിന്ന് വാച്ച് ചെയ്യാണ്, എൻ്റെ കണ്ണിലോട്ട് ഈ 2 റേസുകൾ വരുന്നുണ്ട്. ഈ 2 റേസുകളും എൻ്റെ കണ്ണിലോട്ട് എത്തുന്നത്. ഇത് നമ്മളെ കണ്ണിലോട്ട് എത്തുമ്പോൾ കണ്ടില്ലേ, ഈ ഗ്യാപ്പ് സ്വല്പം കൂടിയാണ് വരുന്നത്. ഇവിടെ എത്തുമ്പോൾ ഗ്യാപ്പ് കുറച്ച് കുറവാണ്, പിന്നീട് അങ്ങോട്ട് ഗ്യാപ്പ് ഇങ്ങനെ കൂടിയാണ് വരുന്നത്. അപ്പോൾ ഇത് രണ്ടും ആക്ച്വലി റൈറ്റ് സൈഡിൽ മീറ്റ് ചെയ്യുന്നില്ല. മീറ്റ് ചെയ്യണമെങ്കിൽ ഇത് അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യണം, പുറകിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യണം. ഞാൻ പുറകിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്തു. ഞാനിവിടെ മീറ്റിംഗ് പോയിൻ്റ് കാണിച്ചിട്ടില്ല, ഇത് ഇൻഫിനിറ്റി എത്തുമ്പോൾ മീറ്റ് ചെയ്തോളൂ ഏകദേശം. അപ്പോൾ വളരെ ഇവിടെയായിട്ട് നമുക്ക് ഓബ്ജക്റ്റ് കിട്ടും. അപ്പോൾ എങ്ങനെയാണ് ഇത് ടെലസ്കോപ്പായി മാറുന്നത് എന്നുള്ളതായിരിക്കും നിങ്ങളുടെ ഡൗട്ട് അല്ലേ? അത് പറഞ്ഞുതരാം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ A'' ഇൻഫിനിറ്റിയിലാണ് വരുന്നത് കേട്ടോ. അക്കോർഡിംഗ് ടു ദിസ് നോർമൽ അഡ്ജസ്റ്റ്മെൻറ്റ് A'' ഈസ് അറ്റ് ഇൻഫിനിറ്റി. അപ്പോൾ എങ്ങനെയാണ് ഇത് ടെലസ്കോപ്പായി മാറുന്നത് അല്ലേ? അത് പറഞ്ഞുതരാം. നമ്മൾ ആംഗിൾ ഇമ്പ്രൂവ് ചെയ്തെടുക്കുന്നതാണ് ശരിക്കും ചെയ്യുന്നത്. ആംഗിളിൻ്റെ ഇമ്പ്രൂവ്മെൻ്റ് ആണ് ഇവിടെ നമ്മൾ നോക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളൊരു സ്റ്റാർ അല്ലെങ്കിൽ മൂൺ വാച്ച് ചെയ്യുകയാണ്. നമ്മളെ കണ്ണിലോട്ട് ഒരു ആംഗിൾ വരുന്നുണ്ട് അല്ലേ? ആംഗിൾ സബ്റ്റൻഡഡ് അറ്റ് അവർ ഐ വിൽ ബി വെരി വെരി സ്മോൾ. ഇത് മൂണാണെന്ന് വിചാരിക്കുക. ആംഗിൾ സബ്റ്റൻഡഡ് അറ്റ് അവർ ഐ വിത്തൗട്ട് ടെലസ്കോപ്പ് ഈസ് വെരി സ്മോൾ. ഞാൻ ടെലസ്കോപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ ആംഗിൾ ഇത് 1 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ കുറേയും കൂടി ഇമ്പ്രൂവ് ചെയ്യും, വല്ല 10 ഡിഗ്രി ആവും. 10 ഡിഗ്രി ഇമ്പ്രൂവ് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മൂൺ ലാർജറായിട്ടല്ലേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു ആംഗുലാർ മാഗ്നിഫിക്കേഷനാണ് നമ്മളിവിടെ നോക്കുന്നത്. നോർമൽ ഐ വെച്ച് നോക്കുമ്പോൾ 1 ഡിഗ്രി ആണെങ്കിൽ ടെലസ്കോപ്പ് വെച്ച് നോക്കുമ്പോൾ 1 ഡിഗ്രി എന്നുള്ളത് വല്ല 5 ഡിഗ്രിയോ 6 ഡിഗ്രിയോ ആയാൽ ദാറ്റ് മീൻസ് ഇത് എൻലാർജ്ഡ് അല്ല, ഇത് കുറേയും കൂടി എൻലാർജ്ഡ് ആയി എന്ന് പറയാം. അപ്പോൾ കുറേയും കൂടിയും മൂൺ കുറേയും കൂടിയും ബ്രൈറ്റ് അല്ല, കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള വ്യൂ നമുക്ക് കിട്ടും. ആംഗുലാർ മാഗ്നിഫിക്കേഷൻ സംഭവിച്ചു. ഓക്കെ, നമ്മൾ ഒബ്ജക്റ്റ് ഇൻഫിനിറ്റിയിലാണെന്നുള്ള കാര്യം മറക്കണ്ട. ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചിരിക്കുക ആംഗുലാർ മാഗ്നിഫിക്കേഷൻ അല്ലേ? അപ്പോൾ നമ്മളിവിടെ ടെലസ്കോപ്പ് വെച്ചിട്ടില്ല എന്ന് വിചാരിക്കുക. ടെലസ്കോപ്പ് വെച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഏത് ആംഗിളിലാണ് വാച്ച് ചെയ്യുന്നത്? ഞാൻ വിത്ത് റെസ്പെക്റ്റ് ഹൊറിസോണ്ടൽ പറയുന്നുള്ളൂ. നമ്മൾ ഒബ്ജക്റ്റ് എ എന്ന് പറഞ്ഞ പോയിൻ്റ് ആൽഫ എന്ന് പറഞ്ഞ ആംഗിളിലാണ് ഞാൻ വാച്ച് ചെയ്യുക. എന്തെങ്കിലും പേര് കൊടുക്കുക, തൽക്കാലത്തേക്ക് എന്തെങ്കിലും ഒരു പേര് കൊടുക്കുന്നു, ആൽഫ. നമ്മൾ ഇവിടെ മുതൽ ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് അത്ര കാര്യമായിട്ടൊന്നുമില്ലല്ലോ. അപ്പോൾ ഞാൻ ടെലസ്കോപ്പ് യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ എ എന്ന് പറഞ്ഞ പോയിൻ്റ് വാച്ച് ചെയ്യുന്നത് ആൽഫ എന്ന് പറഞ്ഞ ആംഗിളിലാണ്. ശരിയല്ലേ?
ഈ എനെ നമ്മൾ എ ഡാഷ് ആക്കി എ ഡബിൾ ഡാഷ് ആക്കി മാറ്റി. ഇപ്പോൾ എ ഡബിൾ ഡാഷ് ഞാൻ വാച്ച് ചെയ്യുന്ന ആംഗിൾ വേറൊരു ആംഗിളിലാണ്. ബീറ്റ എന്ന് പറഞ്ഞൊരു ആംഗിളിലാണ് ഞാനിപ്പോൾ വാച്ച് ചെയ്യുന്നത്. വേറൊരു ആംഗിളാണ്. ആൽഫ അല്ല ഇവിടുത്തെ ആംഗിൾ. ഓക്കെ, ജോമെട്രിക്കലി നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും ആൽഫേനേക്കാളും ലാർജറാണ് ബീറ്റ. ജോമെട്രിക്കലി നമുക്കത് പ്രൂവ് ചെയ്യാൻ പറ്റും. അത് വരച്ച് നീറ്റായിട്ട് വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിക്കോളും. ആൽഫേനേക്കാളും കൂടുതലാണ് ബീറ്റ. അപ്പോൾ ദർ ഈസ് ആംഗുലർ മാഗ്നിഫിക്കേഷൻ. ടെലസ്കോപ്പ് ഇല്ലാതെ ഒരു പർട്ടിക്കുലർ ആംഗിളിൽ വാച്ച് ചെയ്ത ഒരു പോയിൻ്റ് ടെലസ്കോപ്പിൻ്റെ ഹെൽപ്പോടുകൂടി കുറേ കൂടി ലാർജർ ആയിട്ടുള്ള ആംഗിളായി മാറി. ഇവിടെ സംഭവിച്ച പോലെ. അപ്പോൾ കൂടുതൽ ആംഗിൾ കിട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേയും കൂടിയും അല്ലേ നല്ലൊരു വ്യൂ ആയി. അതാണ് ടെലസ്കോപ്പ്. അപ്പോൾ ടെലസ്കോപ്പ് എന്ന് പറഞ്ഞാൽ ലീനിയർ മാഗ്നിഫിക്കേഷൻ അല്ല, ആംഗുലാർ മാഗ്നിഫിക്കേഷൻ എത്ര, അതാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇവിടെ മാഗ്നിഫയിങ് പവറിൻ്റെ ഡെറിവേഷൻ വരുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. മാഗ്നിഫയിങ് പവറിൻ്റെ ഡെറിവേഷൻ. അപ്പോൾ ഈ ആൽഫ ഈ ബീറ്റ ഈ രണ്ട് കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ അല്ലേ. ഇനി നമുക്ക് ചെറിയൊരു കാര്യം പറഞ്ഞുതരാം. ഈ ഡയഗ്രാം ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടില്ലെങ്കിൽ ഞാനൊന്ന് വരച്ചേക്കട്ടെ. ഓക്കെ, ഞാനൊന്ന് വരയ്ക്കട്ടെ. അതായത് ഞാൻ താൽക്കാലികമായിട്ടാണ് വരയ്ക്കുന്നത്. ഇങ്ങോട്ടൊന്ന് വെറുതെ ഒന്ന് വരച്ചോട്ടെ, ഒപ്റ്റിക്കൽ സെൻറ്ററിലോട്ട് ഇങ്ങനെ വെറുതെ ഒന്ന് വരച്ചോട്ടെ. ഓക്കെ, വെറുതെ വരച്ചു. ഞാനത് മായ്ച്ചു കളയും കുറച്ച് കഴിഞ്ഞിട്ട്. ഏകദേശം ഈ ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്ന ഈ ലൈനില്ലേ, അതും നമ്മളെ കണ്ണിലോട്ട് വരുന്ന റേയും ഏകദേശം പാരലലൊക്കെ ആയിരിക്കും. ചെറിയൊരു വ്യത്യാസം ഉണ്ടാവുമായിരിക്കും. ഈ ലൈറ്റും ഈ ലൈനും ഏകദേശം പാരലലാണല്ലോ. അതുകൊണ്ട് ഈ ആംഗിൾ ബീറ്റ ആയിരിക്കും കേട്ടോ. ബീറ്റ കേട്ടല്ലോ, ബീറ്റ. ഏത് ആംഗിള്? ഈ ആംഗിള്. നിങ്ങൾക്ക് സൂം ചെയ്ത് നോക്കാം വേണമെങ്കിൽ. ഇത് ബീറ്റ ആവുമ്പോൾ ഇതും ഏകദേശം ബീറ്റ തന്നെയാണ്. ഇത് ആൽഫയാണല്ലോ. അതിന് നേരെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആംഗിളും ആൽഫ ആയിരിക്കണം. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആംഗിളും ആരാണ്? ആൽഫയാണ്. ഓപ്പോസിറ്റ് ആംഗിൾ സെയിം ആണെന്ന് ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഈ ചെറിയ ആംഗിൾ ആൽഫയാണ്. ഞാനൊരു ട്രയാങ്കിൾ പറഞ്ഞുതരാം, അത് വാച്ച് ചെയ്യാം. ഇവിടെ ഒരു ട്രയാങ്കിൾ കാണുന്നുണ്ട്. രണ്ട് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. രണ്ട് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾസ് നിങ്ങൾക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. ഏതൊക്കെ? ഒന്ന് ആൽഫ വരുന്ന ഇവിടുത്തെ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളും ഇവിടെ ബീറ്റ വരുന്ന സെക്കൻഡ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിളും. ടാൻ ആൽഫയും ടാൻ ബീറ്റ എടുക്കാൻ പോവാണ്. വാട്ട് ഈസ് ടാൻ ആൽഫ? ഫസ്റ്റ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ റെഫർ ചെയ്താൽ ടാൻ ആൽഫ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. ഈ ആൽഫയുടെ ഓപ്പോസിറ്റ് സൈഡ് എച്ച് അല്ലേ നോക്കി. അതെ, അഡ്ജസൻറ്റ് സൈഡ് F0 ആണ്. ഫോക്കസിലാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. F0 ഒബ്ജക്റ്റീവിൻ്റെ ഫോക്കൽ ലെങ്ത് ആണ്. ഒബ്ജക്റ്റീവ് ആൽഫ ചെറിയ ആംഗിളാണെന്നുള്ള രീതിയിൽ എടുത്താൽ മതി. പ്രിൻസിപ്പൽ ആക്സിസിന് വളരെ അടുത്തുള്ള ഒബ്ജക്റ്റ് നമ്മൾ വാച്ച് ചെയ്യാണ്. നമ്മൾ ടെലസ്കോപ്പ് നേരെ ഒബ്ജക്റ്റിന് നേരെയല്ലേ വെക്കുള്ളൂ. ഈ ആൽഫ വളരെ ചെറിയ ആംഗിളാണ്. ടാൻ ആൽഫ അപ്രോക്സിമേറ്റ്ലി ആൽഫ തന്നെയാണ്. നമ്മളത് മുമ്പ് പഠിച്ചിരുന്നു. ടാൻ ആൽഫയും ആൽഫയും തമ്മിൽ കാര്യമായിട്ട് വ്യത്യാസമില്ല. ഇഫ് ആൽഫ ഈസ് സ്മോൾ ആംഗിൾ. ഇനി ഈ പിക്ചർ നോക്കാം. ഇവിടെ ഒരു സെക്കൻഡ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ കാണാമല്ലോ അല്ലേ. വാട്ട് ഈസ് ടാൻ ബീറ്റ? ടാൻ ബീറ്റ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് എച്ച് ആണ്. ഓപ്പോസിറ്റ് സൈഡ് എച്ചും ഈ ബീറ്റയുടെ ഓപ്പോസിറ്റ് സൈഡ് എച്ച് അല്ലേ. അഡ്ജസൻറ്റ് സൈഡ് എന്താണെന്ന് നോക്കിയേ, സൂക്ഷിച്ച് നോക്ക്. FE അല്ലേ. FE ഫോക്കൽ ലെങ്ത് ഓഫ് ദ സെക്കൻഡ് ലെൻസ് ഐ പീസ്. H/FE ആണ് ടാൻ ബീറ്റ. ബീറ്റയും ചെറിയ ആംഗിളാണ്. ആൽഫ ചെറിയ ആംഗിളാവുമ്പോൾ ബീറ്റയും ചെറിയ ആംഗിളാണ്. ടാൻ ബീറ്റ അപ്രോക്സിമേറ്റ്ലി ബീറ്റ തന്നെയാണ്. H/FE. ആംഗുലാർ മാഗ്നിഫിക്കേഷൻ M. മാഗ്നിഫയിങ് പവർ എന്ന് പറഞ്ഞാൽ മതി. ആംഗുലാർ മാഗ്നിഫിക്കേഷൻ ഓർ മാഗ്നിഫയിങ് പവർ ഓഫ് ദ ടെലസ്കോപ്പ്. മാഗ്നിഫയിങ് പവർ ഓഫ് ദ ടെലസ്കോപ്പ് ഈസ് ഈക്വൽ ടു ബീറ്റ ബൈ ആൽഫ. നമ്മൾ ആംഗുലാർ മാഗ്നിഫിക്കേഷനാണ് ഇവിടെ നോക്കുന്നതെന്ന്
അല്ലേ? ആൽഫ നമുക്കിവിടെ h/f0 എന്ന് കിട്ടിയിട്ടുണ്ട്. റെസിപ്രോക്കൽ എടുക്കുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ h/fe ഇൻറ്റു f0/h വരും. അതൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല. സോ മാഗ്നിഫിക്കേഷൻ ഈക്വൽ ടു മാഗ്നിഫൈങ് പവർ ഈസ് ഈക്വൽ ടു h വെട്ടിപ്പോയിട്ട് f0/fe കിട്ടി, FO/fe. ദിസ് വിൽ ബി ഗ്രേറ്റർ ദാൻ 1. കാരണം ഒബ്ജക്റ്റീവിൻ്റെ ഫോക്കൽ ലെങ്ത് വളരെ കൂടുതലും ഐ പീസിൻ്റെ ഫോക്കൽ ലെങ്ത് കുറവാണല്ലോ. സോ ന്യൂമറേറ്റർ ഈസ് ലാർജർ. അപ്പോൾ ഇങ്ങനെയാണ് മാഗ്നിഫൈങ് പവർ കാണുന്നത്. ഓക്കെ.